നിങ്ങൾ എൻ്റെ ഇതേ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് ഞാൻ പറഞ്ഞാൽ എനിക്കൊരു 1 മന്ത് കൂടി മാക്സിമം ഇനി വേണം. ഞാൻ എൻ്റെ വെയിറ്റ് എല്ലാം കുറച്ച് ഇപ്പോൾ ഏകദേശം ഒരു വീണ്ടും 13 കിലോളം എൻ്റെ ടോട്ടലി കുറച്ച്. ഞാൻ ഇടയ്ക്ക് നിങ്ങളുടെ അടുത്ത് ഒരു സർജറിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഞാനൊരു ലാസ്റ്റ് ഇവിടെ എറണാകുളത്ത് ഒരു ഡോക്ടറിനെ കാണിച്ച് എല്ലാം സെറ്റാക്കി. ഈ പറയണത് പോലെ വെയിറ്റ് ഒക്കെ കുറച്ച് ഞാൻ കുറച്ച് ട്രെയിനിങ് പരിപാടി കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നുണ്ട്, മനസ്സിലായ. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു 2 ദിവസം ലൈവ് ചെയ്യുമ്പോൾ 2 ദിവസം ലൈവ് 2-3 ദിവസം ലൈവ് ചെയ്താൽ ഒരു 2 ദിവസം ഗ്യാപ്പ് എടുക്കുന്നതിൻ്റെ കാര്യം അതാണ്. ഗൈസ് 6 പാക്കും അതിനൊന്നും അല്ല, എനിക്ക് കുറച്ച് സീരിയസ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഞാനതിപ്പോൾ എന്തായാലും ലൈവിൽ പറയണില്ല. അപ്പോൾ അതിൻ്റെ എല്ലാം ഇതെല്ലാം കഴിഞ്ഞ് എല്ലാം ഒന്ന് ബോഡിയിലെ വെയിറ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് എല്ലാം ഒന്ന് ഇതാക്കി കൊണ്ടുവരുന്നതേ ഉള്ളൂ. ഞാൻ അതുകൊണ്ടാണ് എനിക്ക് അല്ലാത്ത കുറേ ട്രെയിനിങ്ങും ഞാൻ അതിൻ്റെ കൂടെ ക്രിക്കറ്റും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ അതെല്ലാം ഒന്ന് ബാലൻസ് ആക്കി കൊണ്ടുവരാൻ വേണ്ടി ഞാൻ എറണാകുളത്തോട്ട് മെയിനായിട്ട് ഷിഫ്റ്റ് ചെയ്തത് പോലും. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തും പറയാറില്ലേ, ഫുൾ ടൈം ഈ ഫോണും പിടിച്ച് നമ്മൾ ഇവിടെ അനങ്ങാതിരിക്കുമ്പോൾ ഉള്ള ഒരു കുറേ കാര്യങ്ങളുണ്ട് ഗൈസ്. അതിനകത്ത് ഉറക്കം ഫക്ഡപ്പായി എല്ലാം ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും പറയണ ഒരു കാര്യം ഇതാണ്. നിങ്ങൾ ഈ ലൈവ് കണ്ടോ, ഗെയിം കളിച്ചോ, എന്ത് വേണേൽ ചെയ്തോ, അതിൻ്റെ കൂടെ ചന്ദ്രനൊക്കെ ചെയ്യുന്നത് പോലെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യണം. ഒന്നെങ്കിൽ ജിമ്മോ വല്ല ക്രിക്കറ്റോ ഫുട്ബോളോ മേലനങ്ങുന്ന എന്തെങ്കിലും ഒന്ന്, മനസ്സിലായ, അത് ചെയ്ത് കൊണ്ടുപോകണം. അല്ലെങ്കിൽ പിന്നീട് അനുഭവിക്കേണ്ടി വരും. ഞാനത് ഇപ്പോഴേ പറയുക, എല്ലാവരുടെ പറയുക. ആൻഡ് എല്ലാവർക്കും പതിവ് പോലെ ന്യൂ ഇയർ അടുത്ത് വരുന്നുണ്ട്. ഇടയ്ക്ക് ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് ഞാൻ ആക്ച്വലി ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ മര്യാദയ്ക്ക് എടുക്കണം. അല്ലാതെ ഇന്ന് 2 ദിവസം പോയിട്ട് നിർത്തുക, ആ പരിപാടി ചെയ്യരുത്. നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾക്ക് മോട്ടിവേഷൻ ഇല്ലെങ്കിൽ എൻ്റെ കഴിഞ്ഞ 2 വർഷത്തെ ന്യൂ ഇയർ റെസൊല്യൂഷൻ 6 മാസത്തിൽ ഞാൻ എൻ്റെ റെസൊല്യൂഷൻ എല്ലാം അച്ചീവ് ചെയ്ത്, കഴിഞ്ഞ വർഷവും അങ്ങേ വർഷവും എല്ലാം അച്ചീവ് ചെയ്തു. അപ്പോൾ ഈ ന്യൂ ഇയർ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ, പക്ഷേ ഈ ഒരു വരുന്ന വർഷം നല്ലതായിരിക്കും എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം കഴിഞ്ഞ വട്ടം കൊണാദ പോഡ്കാസ്റ്റിൽ 2025 നമ്മുടെ വർഷമാണെന്ന് പറഞ്ഞു തുടങ്ങിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഷാനു തോമസ് ബ്രോ, താങ്ക് യു സോ മച്ച്. അത് 1 ഈഗിൾ ഗെയിം മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. 2025 നമ്മുടെ വർഷമാണെന്ന് പറഞ്ഞു തുടങ്ങിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അണ്ണാം മരപ്പട്ടി കൊളയട്ട എല്ലാം അടിച്ച് മെനഞ്ഞാന്ന് തന്നെ ഒരു ഞണ്ടും കൊത്തി കയ്യും പൂളി. അതാണ്ട് ഈ വർഷം ഇനിയും തീർന്നില്ല. ഇനി എന്തൊക്കെ ഈ ഫാൻ ഒരു തല വീഴുമോന്ന് പോലും പേടിയായിരിക്കും ഈ വർഷം. അതാണ് എൻ്റെ ഒരു അവസ്ഥ. ഇതാണ് അതിൻ്റെ കൂടെ കോൺട്രവേഴ്സി, അത് ഇത് ഞാൻ മടുത്ത്. അതുകൊണ്ട് എനിക്ക് പേടി, ഈ വർഷം എങ്ങനെയാലും തീർന്ന് അടുത്ത വർഷം ഒന്ന് തുടങ്ങിയാൽ മതി. അടുത്ത വർഷം ഇനി എങ്ങനെയായിരിക്കുമെന്ന് അറിഞ്ഞൂടല്ലോ. ഫുള്ള് വള്ളികളായിരുന്നു, സത്യം. കോൺട്രവേഴ്സി ആയിരുന്നു മെയിൻ. സത്യം അതിലേറെ സത്യം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. നമുക്ക് കുറച്ച് നേരം ഡിസ്കോഡ് ട്രോൾസ് ഒക്കെ നോക്കാം. കുറച്ച് ദിവസമായി നോക്കിയിട്ടെന്ന് എനിക്കറിയാം. നമുക്ക് കുറച്ച് ദിവസം നേരം ഡിസ്കോഡ് ട്രോൾസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. പിന്നെ ഒരു കാര്യമാണ് ഗൈസ്, ന്യൂ ഇയറിന് എൻ്റെ കോൺസേർട്ട് ഉണ്ട് കൊച്ചിയിൽ. ഫസ്റ്റ് ഓപ്പൺ കോൺസേർട്ടാണ് എൻ്റെ. ഞാൻ ഇതുവരെ കോളേജസിൽ മാത്രമേ ഷോസ് ചെയ്തിട്ടുള്ളായിരുന്നു, ഞാൻ വെളിയിലെങ്ങും ഷോസ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ആദ്യമായിട്ടാണ് വെളിയിലൊരു ഷോ ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മുടെ കൂടെ തൊപ്പി ഉണ്ടാവും, പിന്നെ ഫെജോബ്രോ ഉണ്ടാവും. ഇവരുടെ എല്ലാം കോൺസേർട്ട് വരും. ഫെജോബ്രോയുടെ കോൺസേർട്ട്, എൻ്റെ കോൺസേർട്ട് എല്ലാം കൂടി ഒരുമിച്ചാണ് ന്യൂ ഇയറിൻ്റെ അന്ന്. ഡേറ്റ് കൺഫേംഡ് ആണ് 31st. വെന്യൂ എറണാകുളമാണ്. എറണാകുളത്ത് എവിടെയാണെന്ന് എനിക്കിത് അറിയത്തില്ല. ടിക്കറ്റഡ് ഷോ ആണ് ഗൈസ്. ഇത് ഞാനായിട്ട് നടത്തുന്നതല്ല. നടത്തുന്നതായിരുന്നു ഞാൻ ഫ്രീ ആയിട്ട് നടത്തി തരാമായിരുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ ടിക്കറ്റിനൊക്കെ എത്രയാണെന്ന്. ചെറിയ പൈസ ഉണ്ടാവുള്ളൂ, എനിക്ക് അറിഞ്ഞുകൂടാ. കുറേ എന്തൊക്കെയോ പരിപാടികളുണ്ട്. ഇത് ഹോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ നിക് വ്ളോഗ്സ് ഇല്ലേ, അവരൊക്കെയാണ് ഇത് ഹോസ്റ്റ് ചെയ്യുന്നത്. അത്യാവശ്യം വലിയ പരിപാടിയാണ്. അപ്പോൾ ഫ്രീ ആയിട്ടൊക്കെ ഉള്ളവർ ന്യൂ ഇയറിന് വരണം. ഞങ്ങളുടെ പരിപാടി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയണം കേട്ടോ. സോ ഇപ്പോൾ 2026 നമ്മുടേതായിട്ടുള്ള കുറച്ച് റിലീസസ് ഓഫ് സോങ്സ് കുറേ പെൻഡിങ് ഉണ്ട്. എനിക്കറിയാം, ബോബിൻ്റെ പാട്ടടക്കം തൊട്ട് എല്ലാം പെൻഡിങ് കിടക്കും. എല്ലാം 2026 ഇറക്കണം എന്നുള്ളൊരു പ്ലാനിലാണ് ഞങ്ങളെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ പിന്നെ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ട് തുടങ്ങാം ഗൈസ്. ഞാൻ സത്യം പറഞ്ഞ് ഇന്നലെ ലൈവ് വരാതിരുന്നത് എൻ്റെ ഇതും കൊണ്ടൊന്നുമല്ല, മറ്റേ ഇതിന് പോകാൻ ഫിറ്റ്നസിൻ്റെ കാര്യത്തിനൊന്നുമല്ല. ഇന്നലെ ലൈവ് വരാതിരുന്നത് ഗൈസ്, സസ്പെൻഷൻ കിട്ടി. ഗ്യാങ് സസ്പെൻഷൻ 7 ദിവസത്തേക്ക് ഗ്യാങ് സസ്പെൻഷൻ കിട്ടി. ഗ്യാങ് സസ്പെൻഷൻ കിട്ടാനുള്ള റീസണിൽ ഒരാൾ ഞാനും കൂടെ. അതുകൊണ്ട് വേറെ ഒന്നും പറയാനില്ല എനിക്ക്. കാരണം ഗ്യാങ് സിറ്റുവേഷനിൽ സിറ്റിസൺ ആയിട്ടുള്ള മാക്കിനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം ഗൈസ്. അതായത് മാക്കിനെ ഒരുപാട് നാളായിട്ട് അറിയാം. തൊപ്പിയുടെ ഒക്കെ കൂടെ വരുന്നതിന് മുമ്പേ മാക്കിനെ എനിക്കറിയാം, മനസ്സിലായോ? മാക്കിനോട് ചോദിച്ചാൽ മതി. മാക്ക് നമ്മുടെ ലൈവിൽ വന്ന് പണ്ട് പാട്ടൊക്കെ പാടിയിട്ടുള്ള ചെറുക്കനാ.
അപ്പം മാക്കിന് സത്യം പറഞ്ഞാൽ RP-യിൽ ആ പരിചയം കാണിക്കാൻ പാടില്ല. എന്നാലും മാക്ക് നമ്മുടെ കൂടെ നിന്ന സമയത്ത് ഇവന്മാർ ഗ്യാങ്ങിലുള്ളവന്മാർ അടിക്കാൻ വന്നപ്പോൾ നമ്മൾ മാക്കിനെ പ്രൊട്ടക്ട് ചെയ്ത് സംസാരിച്ചായിരുന്നു. ഞാൻ സംസാരിച്ചായിരുന്നു, ബോബോയ് സംസാരിച്ചായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് വേറൊരു കാര്യമോടെ ഗൈസ്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ K51 പോലെ തുടങ്ങിയ ഒരു ഗ്യാങ്ങിനെ പോയി തല്ലി സിറ്റുവേഷൻ എടുക്കേണ്ട ഗതികേട് നമുക്കുണ്ടെന്ന്? ഇവിടെ ഞാൻ SRRയുടെ ഒക്കെ ഒരു ബാൻ മാറാൻ നോക്കിയിരിക്കുകയാണ്. അവരെ വീണ്ടും തല്ല, ബാൻ അല്ല മറ്റേ കൂൾ ഡൗൺ മാറാൻ വീണ്ടും തല്ല. നമ്മൾ അങ്ങനെ ഇരിക്കുക, ഇവരെയൊക്കെ അടിച്ചടിച്ച് സെറ്റ് ആവണം എന്നുള്ളൊരു രീതിയിൽ ഇരിക്കുകയാണ് ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഗൈസ്. അതിനകത്ത് സാഷ ലൈവ് ചെയ്യുന്ന കുട്ടിയാണ് ഈ ഗൈസ്. ഞാൻ നിങ്ങൾ വേറെ ഒരു കാര്യം അഡ്രസ്സ് ചെയ്തോട്ടെ, ഇത് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാമേ ഗൈസ്. ഈ RP കളിക്കുന്ന നമ്മുടെ കൂടെ RP ചെയ്യുന്ന ഏതെങ്കിലും പെമ്പിളാർ വേറെ ഗ്യാങ്ങിലുണ്ടെന്ന് വിചാരിച്ച് ഈ ഗ്യാങ് RP വരുമ്പോൾ നിങ്ങൾ എന്തിനാണ് അവിടെ പോയി ഓരോന്ന് പറയാൻ നിൽക്കുന്നേ? അത് വെറും ചീപ്പാ ഗൈസ്. അത് RP എടുത്ത് ഇപ്പം നീ എക്സാമ്പിൾ ഞാൻ ആലോചിച്ചു, ഞാനൊരു പെണ്ണ പലേറ്റോ സുമലത, എൻ്റെ ഗ്യാങ് TV അപ്പോൾ പരുന്തു വാസുവിനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പലേറ്റോ സുമലത ഒബ്വിയസ്ലി പരുന്തു വാസുവിന് വേണ്ടി സംസാരിക്കുള്ളൂ. അത് മനസ്സിലാക്കാനുള്ള ബോധം പോരെടാ അവിടെ പോയി പറയാതിരിക്കാൻ. അവർക്കും അതുപോലെ അല്ലടാ, അവരുടെ ഫാമിലി അല്ലേ അവർക്ക് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ സാഷ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരുടെ ചാറ്റിൽ ഭയങ്കര ബാഡ് ആയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അത് സോൾവ് ചെയ്യാൻ വന്നപ്പോൾ അതിൽ ഒരുത്തിന് മാത്രം ഭയങ്കര സംസാരം. അപ്പോൾ അത് സംസാരിച്ച് റോങ് ആയത് സിറ്റുവേഷനായി. അപ്പോൾ അവൻ്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ നമ്മളെ 7 ദിവസം പുറത്തിരുത്തുക. അതാണ് അവരുടെ ഇൻറ്റൻഷൻ. അവർക്ക് വേണ്ടുന്ന അതാണ് 7 ദിവസം ഗ്യാങ് സസ്പെൻഷൻ മേടിച്ച് പുറത്തിരുത്തുക എന്നുള്ളതാണ് അവരുടെ ഇത്. ഞാൻ പിന്നെ വേറെ ആരുടെ സംസാരിക്കാൻ പോയില്ല. എനിക്ക് പറയാനുള്ള കാര്യം സാഷ എടുത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വേറെ ഈ K51 K71 അതിനകത്തുള്ളവന്മാരുടെ അടുത്തൊന്നും പറയില്ല. അത് നമ്മൾ സിറ്റുവേഷൻ ആയിട്ട് തീർക്കാമെന്ന് വിചാരിച്ച് സസ്പെൻഷൻ കഴിയട്ടെ.